يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. اذهب إلى فرعون إنه طغى قال رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു ഏറെ അനുഗ്രഹിക്കുന്ന, അവൻ്റെ ബറക്കത്തുകൾ ലഭിക്കുന്ന ഈ പ്രഭാത സമയത്ത് ഖുർആനുമായി ബന്ധപ്പെട്ട അറിവുകൾ ശേഖരിക്കാനും നമ്മുടെ ജീവിതത്തെ വിജ്ഞാനത്തിലൂടെ, അറിവിലൂടെ ക്രമീകരിക്കുവാൻ ആവശ്യമായി അതിനുവേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്യുന്ന ഈ ഒരു നന്മയിൽ നമുക്കെല്ലാം അള്ളാഹുവിൻ്റെ ഖൈറും ബറക്കാത്തും നൽകുമാറാകട്ടെ. രോഗികളായി കഴിയുന്ന നമ്മുടെ പഠിതാക്കളായ സഹോദരങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. മഹാന്മാരായ ഉലമാക്കന്മാർ അവരുടെ കിതാബുകളിലൂടെ വളരെ പ്രാധാന്യത്തോടെ പറയുന്നൊരു വിഷയമാണ് മനുഷ്യൻ അള്ളാഹുവിനെ ഭയപ്പെടണം, അള്ളാഹനെ പേടിക്കണം, അള്ളാഹനെ പേടിയുള്ള ആളുകളായി മാറണം. പടച്ചോനെ പേടി ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ നന്മകൾക്ക് കാരണമാവുകയും ധാരാളക്കണക്കിന് തിന്മകളുടെ മുമ്പിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാനുള്ള കരുത്തു നൽകുന്ന ഊർജമാണത്. അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ഉറങ്ങുന്ന, മയങ്ങുന്ന, ധാരാളം കുറ്റവും കുറവുകളൊക്കെ ഉള്ള മനുഷ്യന്മാരെ നിങ്ങൾക്ക് പേടിയുണ്ട്. അവരറിയുമോ? അവർ കാണുമോ? അവർ അറിഞ്ഞാൽ എന്താകും? നിങ്ങളുടെ എല്ലാം അകവും പുറവും അറിയുന്ന അള്ളാഹുവിനെ നിങ്ങൾക്ക് എന്താ പേടില്ലേ എന്ന് അള്ളാഹ് ചോദിക്കുന്നുണ്ട്. അതഖ്ശൗനഹും, നിങ്ങൾ അവരെ ഭയപ്പെടുകയാണോ? ഫല്ലാഹു അഹഖു അൻ തഖ്ശൗഹു ഇൻ കുൻതും മുഅ്മിനീൻ. 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 13-ാമത്തെ ആയത്തിൽ അള്ളാഹ് ചോദിക്കുന്നത്, അള്ളാഹുവാണ് ഏറ്റവും ഭയപ്പെടാൻ അർഹതയുള്ളത്, അള്ളാഹുവിനെയാണ്. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ആ അള്ളാഹുവിനെ പേടി എന്ന ആ ഗുണം നമ്മിലേക്ക് വരുന്നത്, അതിൻ്റെ ഏറ്റവും പ്രകടമായ ലക്ഷണമാണ് അയാളുടെ പരസ്യത്തിലും രഹസ്യത്തിലും അള്ളാഹനെ സൂക്ഷിക്കാൻ കഴിയാം. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറതുൻ വഅജ്റുൻ കബീർ. സൂറത്തുൽ മുൽക്കിൽ പറയുന്നുണ്ട്, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി, അദൃശ്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ, ലഹും മഗ്ഫിറ, അവർക്ക് പാപമോചനുണ്ട്. രഹസ്യമായി അള്ളാഹനെ ഭയപ്പെടും, പരസ്യമായി ഭയപ്പെടുന്ന ആളുകൾക്ക് മഗ്ഫിറത്തില്ലേ? അവർക്ക് മഗ്ഫിറത്തുണ്ടെന്ന് പറയാൻ കാരണം അവർക്ക് പ്രത്യേക സ്ഥാനമുണ്ട് അള്ളാഹിന്റെ അടുത്ത് നിന്ന്. അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാനുള്ള ക്വാളിറ്റി അവർക്കുണ്ട്. അവർ അദൃശ്യത്തിലും ജനങ്ങളുടെ അസാന്നിധ്യത്തിലും അവർ അള്ളാഹനെ പേടിക്കുന്നുണ്ട്. ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ, വമ്പിച്ച വലിയ പ്രതിഫലം ആ ആളുകൾക്കുണ്ട്. നമ്മൾക്ക് ജീവിതത്തിലെ നന്മകളുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തന്നെ സ്വയം പരിശോധിക്കാൻ, എന്തൊക്കെ എന്തിനാണ്, ആർക്കു വേണ്ടിയാണ് എന്ന് ചോദിക്കുമ്പോഴുള്ള മറുപടി സ്വർഗം കിട്ടാൻ വേണ്ടിയാണ്. സ്വർഗം ആർക്കാണ്? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി, അവന്റെ റബ്ബിന്റെ സ്ഥാനം, അവിടെ നിൽക്കുന്ന രംഗം ഓർത്ത് ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ ജന്നതാൻ, അവന് 2 സ്വർഗത്തോട്ടങ്ങൾ ഉണ്ടായിരിക്കും. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് ലഭിക്കുന്ന നേട്ടമാണ് ആ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, മഹാനായ സുലൈമാനു തൈമി റഹിമഹുള്ള രേഖപ്പെടുത്തിയ ഒരു ചരിത്ര സംഭവങ്ങളുടെ ഭാഗമായി അദ്ദേഹം വിശദീകരിച്ചു പറയുകയാണ്, ഇന്നർ റജുൽ, ഒരു മനുഷ്യൻ,
ലയുസീബു ദംബ ഫി സിരി, അയാൾ രാത്രിയിലോ രഹസ്യത്തിലോ എപ്പോഴെങ്കിലും ഒരു തെറ്റു ചെയ്താൽ, ഫയുസ്ബിഹു, എന്നിട്ട് നേരം വെളുത്താൽ, വഅലൈഹി മദുല്ലതുഹു, അവൻ തെറ്റ് ചെയ്തതിന്റെ അടയാളങ്ങൾ അവന്റെ ശരീരത്തിലോ അവന്റെ പ്രകടതയിൽ കാണാൻ പറ്റും. അതെങ്ങനെ കാണാം? എല്ലാം എന്നല്ല, പൊതുവിൽ അത് കാണാൻ സാധിക്കും. ഒരു വിമുഖതയും അവന്റെ ശരീരവും അവന്റെ ആ മുഖത്തുണ്ടാകുന്ന പ്രയാസങ്ങളും ഒക്കെ ഒരാളുടെ ഭാഗത്ത് അയാളുടെ തിന്മകളുടെ അടയാളങ്ങളുടെ ഭാഗമായി അയാളുടെ ജീവിതം കൊണ്ട് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കാമെന്ന് മഹാന്മാരായ ഉലമാക്കൾ സാലിം ഇബ്നു അബിൽ ജഅദ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു എന്നുള്ള റിപ്പോർട്ടിലൊക്കെ പറയുന്നുണ്ട്, മുഅ്മിനീങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം, മറ്റു മുഅ്മിനീങ്ങൾ നിങ്ങളെ ശപിക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. മറ്റു മുഅ്മിനുകൾ നിങ്ങളെ ശപിക്കുന്ന അവസ്ഥകൾ ഉണ്ടാക്കരുത് എന്ന് അവിടെ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്, മനുഷ്യന്മാര് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തല്ലാതെ പടച്ചോനെ പേടില്ലാതെ ജീവിക്കാൻ തുടങ്ങിയാൽ സ്വാഭാവികമായി കുറെ തെറ്റുകളിലേക്ക് അയാൾ വീണുപോകും. നമ്മളിങ്ങനെ ഇന്ന് പത്രമാധ്യമങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ കാണുന്ന ഓരോരോ കുറ്റകൃത്യങ്ങൾ നോക്കുക നിങ്ങൾ. മുസ്ലിങ്ങളുടെ എത്രയെത്ര പേരുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഖുതുബ കേൾക്കാഞ്ഞിട്ടാണോ? അവരുടെ മഹല്ലിൽ പള്ളിയില്ലാഞ്ഞിട്ടാണോ? അവരുടെ നാടുകളിൽ തസ്കിയത്ത് നടക്കാഞ്ഞിട്ടാണോ? ഇതിലേക്കൊന്നും ചെന്നെത്താതെ ഒഴിഞ്ഞു മാറി നടക്കുന്ന എത്ര സംഭവങ്ങൾ. കഴിഞ്ഞ ഇന്നലെ മിനിഞ്ഞാന്നല്ലേ ഒരു കോളേജിലെ വിദ്യാർത്ഥിനിയെ കാണാതെയായി. അവസാനം തെരഞ്ഞു നോക്കുമ്പോൾ ജുനൈദ് അലി എന്ന് പറയുന്ന ഒരു പയ്യന്റെ, അവന്റെ വീട്ടിൽ ആരുമില്ല, അവരൊക്കെ ഇവിടെ വിദേശത്ത് പോയിക്കാണ്. ആ ഒരൊറ്റ ആളുമില്ലാത്ത താമസമില്ലാത്ത ആ വീട്ടിൽ, അവന്റെ സ്വന്തം വീട്ടിൽ ഒരു പെൺകുട്ടിയെ കൊടുന്നിരിക്കുകയാണ്. എന്നിട്ട് MDM അടക്കം ആ റൂമിൽ നിന്ന് പിടിച്ചു, മദ്യത്തിന്റെ കുപ്പികൾ പിടിച്ചെടുത്തു. ഇങ്ങനെ നമ്മളെ, നമ്മുടെ സമുദായത്തെ, നമ്മുടെ സമൂഹത്തെ ഒരു കുറ്റവാളികളുടെ ലിസ്റ്റിലേക്ക് ചേർത്തപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകുന്നതിനെ നമ്മൾ എത്ര പേടിക്കണം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മനുഷ്യരാരെങ്കിലും തെറ്റുകളിലായി വീണ് പതിച്ചു കഴിഞ്ഞാൽ സവാദം ഫിൽ വജ്ഹ്, അവന്റെ മുഖത്തൊരു കറുത്തിരുണ്ട അവസ്ഥയുണ്ടാകും. അത് ശരീരത്തിന്റെ നിറം എന്നല്ല ഉദ്ദേശിക്കുന്നത്. അവന്റെ മുഖത്തിന്റെ പ്രസന്നത നഷ്ടപ്പെട്ട് അവനൊരു കറുത്തിരുണ്ട മുഖമായിട്ടായിരിക്കും അവന്റെ നടത്തം ഉണ്ടാവുക. അവന്റെ കൽബിലാകെ ഒരു ഇരുട്ടായിരിക്കും. അവൻ ആളുകളെ അഭിമുഖീകരിക്കാൻ കഴിയില്ല, ജനങ്ങളോട് സംസാരിക്കാൻ കഴിയില്ല, ഒരു മിനിറ്റ് അടങ്ങിയിരിക്കാൻ കഴിയില്ല. അതുപോലെയുള്ള അസ്വസ്ഥമായ ഹൃദയമായിരിക്കും. അവന്റെ ശരീരത്തിലാകെ ദുർബലതകൾ ഉണ്ടാകും, ക്ഷീണമുണ്ടാകും. അവൻ എപ്പോഴും ക്ഷീണമായിരിക്കും. അവന്റെ റിസ്ഖിൽ എപ്പോഴും കുറവുകളായിരിക്കും. സൃഷ്ടികളുടെ മനസ്സുകളിലെല്ലാം അവനോട് വെറുപ്പായിരിക്കും. ആളുകളൊക്കെ ഒന്നും പറയുന്നില്ല, പക്ഷെ ആളുകളുടെ മനസ്സിൽ അവനെ കുറിച്ചൊരു വെറുപ്പായിരിക്കും ഉണ്ടാവുക. ഇത് നമ്മുടെ മനസ്സിനെ കുറിച്ച് ആലോചിക്കാം, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹം കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഖുർആൻ തന്നെ പറഞ്ഞു, അലം നശ്റഹ് ലക സദ്റക് വവളഅനാ അൻക വിസ്റക് അല്ലദീ യൻഖള ളഹ്റക് വറഫഅനാ ലക ദിക്റക്. നബിയേ, നിങ്ങൾക്ക് നാം ഒരു വിശാലമായ ഹൃദയം നൽകിയില്ലേ? അലം നശ്റഹ് ലക സദ്റക് വവളഅനാ അൻക ഇസ്റക്, നിങ്ങളുടെ വിസറുകൾ, ഭാരങ്ങളെയൊക്കെ നാം ഇറക്കി വെക്കാൻ കഴിഞ്ഞില്ലേ? നിങ്ങളുടെ നാമത്തെ നാം ലോകത്ത് ഉയർത്തിയില്ലേ? ഏത് കോണിലും ഏത് സമയത്തും നിങ്ങളുടെ പേരിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നില്ലേ? ഹൃദയവിശാലത. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്ന് തൗഹീദ് പറയാൻ പോകുമ്പോൾ മൂസാ നബി ആദ്യം ചോദിക്കുന്നത് സംഘബലമല്ല, എനിക്ക് കുറെ ആളുകളെ തരുമെന്നല്ല, എനിക്ക് മീഡിയ സെറ്റപ്പ് ഉണ്ടാക്കി തരുമെന്നല്ല, എനിക്കവിടെ ഞാൻ പറയുന്നത് കേൾക്കാൻ ഒരു വലിയ ജനക്കൂട്ടത്തെ തരുമെന്നല്ല, എനിക്ക് സംസാരിക്കാനും അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഉൾക്കൊള്ളാനുമുള്ള ഒരു ഹൃദയ വിശാലത നൽകണേ എന്നുള്ള പ്രാർത്ഥന. തഫ്സീറിൽ വന്ന വാക്കുകളെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്.
നമ്മൾ ആ ഭാഗത്തേക്കാണ് പഠിക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ത്വാഹയിലെ 24 ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ അല്പമായി വിശദീകരിച്ച് കഴിഞ്ഞു പോകുന്നതാണ്. അതൊക്കെ നമ്മുടെ ഹിസാബിലെ, നമ്മുടെ കർമ്മരേഖാ പുസ്തകത്തിലെ നന്മകളിൽ അല്ലാഹു തആല രേഖപ്പെടുത്തി സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇത്രയും ആയത്തുകൾ ഇവിടെ പഠിച്ചപ്പോൾ, ഇത്രയും ക്ലാസ്സുകൾ ഈ പരിസരത്ത് നടന്നപ്പോൾ, ഈ 4, 5, 6 കിലോമീറ്ററിന്റെ ഉള്ളിലുള്ള നമുക്ക് എത്ര പേർക്ക് അതിൽ മുഴുവൻ ക്ലാസ്സുകളും പങ്കെടുക്കാൻ കഴിയുന്നുണ്ട്? നമ്മളെ ഒരാൾ വിളിച്ചു വരുത്തി, നമ്മളിങ്ങനെ ഒരാളിങ്ങനെ അവരുടെ ഒരു ആവശ്യം പോലെ, അവരുടെ എന്തൊരു താല്പര്യം പോലെയായി നമുക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റണം. ഇത് നമ്മുടെ ആവശ്യമാണ്. ഒരു പ്രഭാതത്തിൽ ഒരു ഖുർആനിന്റെ ആയത്ത് പഠിച്ച് ജീവിതം ആരംഭിക്കുന്നതിന്റെ ഒരു ബറക്കത്ത് എത്ര ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളിങ്ങനെ പഠിക്കാൻ വന്നിരിക്കുന്നുണ്ട്, നമ്മൾ കാരണം കൊണ്ട് വേറെ ഒരു പഠിതാവ് ഉണ്ടാകുന്നുണ്ടോ? നമ്മളിങ്ങനെ മേന്മോറി, ഞങ്ങൾ 5-6 കൊല്ലമായി, ഞാൻ മറ്റേ ക്ലാസ്സിലുണ്ട്, ഈ ക്ലാസ്സിലുണ്ട്, ആ ക്ലാസ്സിലുണ്ട്. ശരി, നമ്മൾ കാരണമായി നമുക്ക് മറ്റൊരു പഠിതാവിനെ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ സ്ഥിരമായി കൊണ്ടുവരുന്ന ഒരു പഠിതാവ് നമുക്ക് വേണം. എന്തിനാണ്? നമ്മളിങ്ങനെ ബിസിനസ്സിലേക്ക് പൈസ ഇറക്കുന്ന പോലെ ഈ മനുഷ്യനിങ്ങനെ ദീനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒക്കെ ക്രെഡിറ്റ് നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഒരു ഭാഗ്യമാണ് ഇൽമുൻ നാഫി കിട്ടുക എന്ന് പറഞ്ഞാൽ. ഇനി ഒരു കാലം വരും, അന്ന് ശരിക്കുള്ള ഇൽമു കിട്ടൂല, ഇൽമു ലോകത്തുനിന്ന് ഉയർത്തപ്പെടും. ഇവിടെ മുഴുവൻ ജഹ്ല് പരക്കുന്നാണ്. അതുകൊണ്ട് നല്ല അവസരങ്ങൾ, നല്ല ചാൻസുകൾ, പഠനവേദികൾ, പഠന സംഗമങ്ങൾ, വിജ്ഞാന സംഗമങ്ങളൊക്കെ കിട്ടുന്ന മാത്രയിൽ നമ്മുടെ ദുർബലമായ നമ്മുടെ അറിവ് മനസ്സിലാക്കിയിട്ട് ആ ചാൻസ് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാം പഠിച്ചു മനസ്സിലാക്കിയ ഇൽമ് ഉപകാരമുള്ള ഇൽമാക്കി അല്ലാഹു മാറ്റുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ قال رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. നമുക്ക് കഴിഞ്ഞ ദിവസം എടുത്ത ആയത്ത് നോതി നോക്കാം. 23, 24 ആയത്തുകളൊന്നും എല്ലാവരും നോദിക്കും. أعوذ بالله من الشيطان الرجيم. لنريك من آياتنا الكبرى اذهب إلى فرعون إنه طغى. അതിനു മുമ്പ് നമുക്ക് അവിടുന്ന് 22 മുതൽ ഒന്നുകൂടി ആവർത്തി ചോദിപ്പോരണം. വൽമും യദക ഇലാ ജനാഹിക തഖ്റുജു ബൈദാ മിൻ ഗൈരി സൂഇൻ ആയതൻ ഉഖ്റാ ലിനുരിയക മിൻ ആയാതിനൽ കുബ്റാ ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 2 പ്രധാനപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ. ഒന്ന് വടി, അത് പാമ്പായി മാറിയ രംഗവും, കക്ഷത്തിലേക്ക് കൈകൾ വെച്ചപ്പോൾ പ്രകാശിക്കുന്ന യാതൊരു മോശക്കേടും തോന്നാത്ത രൂപത്തിലുള്ള നല്ല പ്രകാശമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മൂസാ നബി ഇതൊക്കെ നിങ്ങൾക്കുള്ളൊരു ആയാത്താണെന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തമാണ്, മുഅ്ജിസത്താണ്, ഇതൊക്കെ തെളിവാണ്. ഈ തെളിവുകളുമായിട്ട് നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇദ്ഹബ്, നിങ്ങൾ പോകണം, ഇലാ ഫിർഔന, ഫിർഔനിന്റെ അടുത്തേക്ക്. എന്ത് ഫിർഔന്റെ അടുത്തേക്ക് തന്നെ പോകണം എന്ന് പറയാനുള്ള കാരണം, ഇന്നഹു തഗാ, അവൻ അതിക്രമകാരിയായിരിക്കുന്നു. നല്ലൊരിടത്തേക്ക് മാത്രമല്ല നമ്മൾ പോകേണ്ടത്, മോശക്കാരത്തേക്കും കൂടി നമ്മൾ പോകണമെന്നാ പഠിപ്പിച്ച്. എന്തിനാ പോണത്? അവൻ്റെയൊക്കെ മോശക്കേട് ഇങ്ങോട്ട് മേടിക്കാനല്ല, അവനെ നന്നാക്കാൻ പറ്റുമോ നോക്കാൻ. നന്നാക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലെ ശിർക്ക് ഖുറാഫാത്തുകൾ നടക്കുന്ന സഹോദരങ്ങളുടെ വീട്ടിൽ നമ്മൾ എത്തണം. എന്തിനാ? പറഞ്ഞു കൊടുക്കാലോ. ഞാൻ നിനക്ക് പറഞ്ഞെന്നുണ്ടെങ്കിലും പറയാലോ. നമ്മുടെ നാട്ടിൽ മദ്യപാനികളായ, പള്ളിയിൽ വരാത്ത, നിസ്കരിക്കാത്ത, ലഹരിക്കാരായ, മറ്റു പലത് ചൂതാട്ടവും പലിശയും ഒക്കെ നടക്കുന്ന ആളുകളുടെ അടുത്തേക്ക് നമ്മൾ ചെന്ന് സംസാരിക്കേണ്ടി വരും.
എന്തിനാ സംസാരിക്കുന്നത്? അയാളുടെ തിന്മയിൽ നിന്ന് നമ്മുടെ സംസാരം കാരണം കൊണ്ടൊരു മാറ്റം ഉണ്ടാകുമോ നോക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരെ മുദ്രവത്ത് അങ്ങോട്ട് പോകണ്ടോ, ആ ചങ്ങായി മഹാവടക്കാണ്, വളരെ മോശമാണ് എന്നൊക്കെ, അതൊക്കെ ശരിയാണ്. ആ ശരികൾ അതെല്ലാം ആണ് എങ്കിൽ പോലും ഒരു അംറും ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകറിനു വേണ്ടി നമുക്ക് അവരുടെ അടുത്ത് പോയി അതിൽ നിന്ന് അവരെ ഗുണപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് നമുക്ക് പോരാം. അതുകൊണ്ടാണല്ലോ പണ്ട് കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കിസ്ര കൈസർ അടക്കമുള്ള രാജാക്കന്മാരുടെ അരികിലേക്ക് അവർ തികച്ചും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ ഭരണാധികാരികളായിട്ട് പോലും അവരുടെ അടുത്തേക്ക് പോയി തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഫിർഔനിന്റെ അടുത്തേക്ക് മൂസാ നബിയോട് പോകാൻ പറഞ്ഞത് ഇന്നഹു ത്വഗ എന്ന് പറഞ്ഞ എന്താർത്ഥം? അതിക്രമം ചെയ്തു എന്നാണ്. തുഗ്യാൻ, അതിക്രമകാരം ചെയ്യുക. ത്വാഗി, അങ്ങേയറ്റത്തെ അതിക്രമം ചെയ്യുന്ന വ്യക്തിക്കാണ് ത്വാഗി എന്ന് പറയാം. നമ്മൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തുകയുടെ ആളാകാൻ പാടില്ല. ഏത് സൂറത്തിലപ്പോ ആയത്ത്? ആ സൂറത്ത് ഏതാ? അമ്മയത്ത് സാലും കഴിഞ്ഞിട്ട് അടുത്ത സൂറത്ത് ഏതാ? വന്നാസിആത്ത്. സൂറത്തു നാസിആത്തിന്റെ ആ ലാസ്റ്റ് ഭാഗത്താണ് പറയുന്നത്, ആരെങ്കിലും അതിക്രമം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ദുനിയാവിന് അമിതമായ പ്രാധാന്യം കൊടുത്താൽ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവ, അവന്റെ സങ്കേതം നരകമായിരിക്കും. ഫിർഔനിന്റെ അടുത്തേക്ക് നിങ്ങൾ പോകണം. ഫിർഔൻ ത്വഗ എന്ന അവസ്ഥയിലാണുള്ളത്. അങ്ങേയറ്റത്തെ അതിരുവിട്ട പ്രവർത്തനങ്ങളിലും നിലപാടുകളിലുമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അവന്റെ ആദർശം നോക്കിയാൽ തന്നെ അറിയാം, ഞാനാണ് അന റബ്ബുക്കുമുൽ അഅ്ല, ഞാനാണ് ലോകത്തിന്റെ റബ്ബ് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു ക്രൂരത നിലപാടുകളിലാണ്. സ്വന്തം നാട്ടിലെ സ്ത്രീകൾ പ്രസവിക്കുന്ന കുഞ്ഞുമക്കൾ ആൺമക്കളാണെങ്കിൽ കൊല്ലണമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. എന്തൊരു ക്രൂരതയാണ്! ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ കൊല്ലണമെന്ന് ഓർഡറിട്ട ഒരു തുക അതിക്രമം പ്രവർത്തിച്ചൊരു ഭരണാധികാരിയുടെ മുമ്പിലേക്ക് തനിക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ മുഴുവൻ കൈകാലുകൾ വിച്ഛേദിക്കും, ഏത് നിലക്കും അവരെ ഉപദ്രവിക്കാൻ ഒരുങ്ങി പുറപ്പെട്ടൊരു രാജാവ്. അതുകൊണ്ട് അവിടെ തന്നെ പോകണം, അവിടെ തന്നെ സംസാരിക്കണം. ആരോടെ പറയുന്നത്? അതേ രാജ കൊട്ടാരത്തിൽ കുഞ്ഞുനാളിൽ വളർന്ന, അവിടുന്ന് ഭക്ഷണം കഴിച്ച, അവിടുത്തെ തണലാസ്വദിച്ച ആള് വീണ്ടും അതേ കൊട്ടാരത്തിൽ ചെന്നിട്ട് അതേ രാജാവിന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളാള് ശരിയല്ല, നിങ്ങൾ പടച്ചോൻ ആരാധിക്കണം എന്ന് പറയണമെങ്കിൽ അതൊരു വലിയ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ പോണത്. ഒന്നാലോചിക്കും, നമ്മൾ കുറേ കാലം ഒരു മുതലാളിന്റെ കീഴിൽ ജോലി ചെയ്തു, അവസാനം സഹികെട്ട് അവിടുന്ന് ആ ജോലിന്ന് നമ്മൾ പിരിഞ്ഞു പോന്നു. ആ മുതലാളിനെ നമ്മൾ പോയി നേരാക്കാൻ പോയാൽ അവസ്ഥ ആലോചിക്കും. നമ്മളൊരു ദിവസം അദ്ദേഹത്തിനെ ഉപദേശിക്കാൻ വേണ്ടി ഒരു ദിവസം അവിടെ ഈ വീട്ടിലേക്ക് ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ മനുഷ്യന്മാർ തമ്മിലാകുമ്പോൾ അവസ്ഥ ആലോചിക്കും. ഇതൊരു പ്രവാചകൻ ഒരു ഭരണാധികാരിയുടെ മുമ്പിലേക്ക് ചൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രതിസന്ധി വല്ലാത്തൊരവസ്ഥയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാം പറയുന്നുണ്ട്, അലയ്യ ദംബ്, ഞാൻ എങ്ങനെ അവിടെ ചെന്ന് സംസാരിക്കും? അവൻ എൻ്റെ മേൽ ഒരു കുറ്റം ആരോപിച്ച ആളാണ്. ഞാൻ ഒരാളെ കൊന്നു എന്ന് ഒരിക്കലും ഞാൻ മനസ്സറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യാത്ത ഒരാളാണ്. അബദ്ധവശാൽ സംഭവിച്ചൊരു വിഷയം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ എന്നെ കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുന്ന ഒരാളാണ് ഫിറഔൻ. അവൻ്റെ അടുത്തേക്ക് എങ്ങനെ പോകാന്നൊക്കെ ഉണ്ട്. പക്ഷേ ഒരു പ്രാർത്ഥന റബ്ബിനോട്, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ ദൗത്യം വിജയകരമാകാൻ വേണ്ടി എന്താ പണി നോക്കാണ്. ഖാല റബ്ബിശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരീ വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. നമുക്കിപ്പോൾ പഠിക്കാൻ പറ്റുന്ന പ്രാർത്ഥന നമുക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരും. ഒരു മസ്ലഹത്തുണ്ട്, ഒരു കുടുംബ പ്രശ്നമുണ്ട്, അവിടെ ചെന്ന് സംസാരിക്കണം. പഠിച്ചോനെ റബ്ബിശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരീ. സ്കോഡിറങ്ങാണ്, ദഅവത്തിന് ഇറങ്ങാണ്, ലഘുലേഖ വിതരണത്തിന് ഇറങ്ങാണ്, പുസ്തകം കൊടുക്കാൻ ഇറങ്ങാണ്. പഠിച്ചോനെ എനിക്ക് ഈ ഒരു കാര്യത്തിൽ വിജയം ഉണ്ടാക്കി തന്നെ, എളുപ്പമുണ്ടാക്കി തന്നെ. എന്തൊരു പ്രാർത്ഥന! ഞാൻ ഓതിത്തരാം, നിങ്ങൾ ആയത്ത് അതുപോലെ ഒന്ന് ശ്രദ്ധയോടെ ഓതുക, ഖുർആനിൽ നോക്കിയിട്ട് ഓതുക.
ഖാല റബ്ബി ഇശ്റഹ് ലീ സ്വദ്രീ ഖാല റബ്ബി ഇശ്റഹ് ലീ സ്വദ്രീ വയസ്സിർ ലീ അംരീ വയസ്സിർ ലീ അംരീ വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി യഫ്ഖഹു ഖൗലി റബ്ബ് ഖാല റബ്ബി ഇശ്റഹ് ലീ സ്വദ്രീ വയസ്സിർ ലീ അംരീ വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഓതിയപ്പോൾ ചില ആളുകൾക്ക് ചില ഭാഗം ക്ലിയർ ചെയ്യേണ്ടതുണ്ട് തോന്നുന്നുണ്ട്. ഖാല റബ്ബി ഇശ്റഹ് ലീ സ്വദ്രീ, സ്വദ്രീ അല്ല സ്വദ്രീ. പിന്നെ റബ്ബി ഇശ്റഹ് ലീ എന്ന് പറയേണ്ട, ഓതുമ്പോൾ കൂട്ടിയിട്ട് തന്നെ റബ്ബി ഇശ്റഹ് ലീ സ്വദ്രീ, സദിരി അല്ല സ്വദിരി. 3 സാകള് നമ്മുടെ ഖുർആനിലുണ്ട്. അത് 3ഉം വേറെ വേറെ രൂപത്തിൽ വരും. ഇത് ജായാണ്. ഇദാ സുൽസിലത്തിൽ അർളു കേട്ടോ, അത് അങ്ങനെ ഉപയോഗപ്പെടുത്തും. പിന്നുള്ളത് സായാണ്, സവാബം മിനല്ലാഹ്, അത് സാന്നല്ല സാന്നാണ്. പിന്നെ ഒന്നുള്ളത് സാന്നാണ്, സാന്നുള്ളത് സുലൈമാനോ എന്നുള്ള ആ സാ. പിന്നെ ഉള്ളത് സ്വാദാണ്. അതാണ് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയത്ത് സ്വാദ്. ഈ സ്വാദിലാണ് റബ്ബി ഇശ്റഹ് ലീ സ്വദ്രീ. സ്വദ്രീ, സ്വദർ മുദരിസ്, സ്വദർ നെഞ്ച്, ഹൃദയം, മെയിൻ, അതിൻ്റെ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് സ്വദർ. അവിടെ സ്വദീരി എന്തിനാ അങ്ങനെ ഉച്ചരിക്കുന്ന വെച്ചാൽ, അല്ലെങ്കിൽ അർത്ഥത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അർത്ഥത്തിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട്. അത് ഓരോ വാക്കുകൾ നമ്മൾ വായിക്കുമ്പോൾ കാണാം. സ്വദർ എന്ന് പറഞ്ഞാൽ അർത്ഥം വ്യത്യാസമുണ്ട്, സദർ എന്ന് പറഞ്ഞാൽ വേറെ വ്യത്യാസമുണ്ട്, സദർ എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. ഓരോ വാക്ക് അക്ഷരം അങ്ങോട്ട് മാറിയാൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു റബ്ബി ഇശ്റഹ് ലീ സ്വദ്രീ. ഒന്ന് നോക്കിക്കേ, ഖാല റബ്ബി ഇശ്റഹ് ലീ സ്വദ്രീ. അടുത്തതിലേ വയസ്സിർ ലീ അംരീ. അവിടെ അവിടെ എപ്പോഴും നമ്മൾ ഓതുമ്പോൾ വായിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, യസ്സിർ എന്ന് വായിക്കുമ്പോൾ പ്രശ്നമല്ല. പക്ഷെ തജ്വീദിന്റെ നിയമപ്രകാരം ഈ റാക്ക് സുക്കൂന് വന്നിട്ട് അതിന്റെ തൊട്ട് മുമ്പിൽ കെസ്ർ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ റാ യസ്സിർ എന്നല്ല പറയാ. നമ്മൾ എന്താ പറയാന്നറിയോ? യസ്സിർ എന്ന് പറയണമെന്നാണ്. എന്തുകൊണ്ടാണ്? ഇതിന് സുക്കൂന് വന്നു, തൊട്ട് മുമ്പിലത്തെ അക്ഷരത്തിന് കെസ്ർ വന്നാൽ യസ്സിർ, ഇതിന് ഒരു രായുടെ ശബ്ദം കൊടുത്താൽ മതി. യസ്സിർ, യസ്സിർലി, യസ്സിർലി എന്ന് പറയാതെ യസ്സിർലി. അത് പല വാക്കുകളിലും അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഫിർഔന ചോദിക്കുമ്പോൾ നമ്മൾ കണ്ടില്ലേ, ഫിർഔന വസമൂദ്. എന്താകുമ്പോൾ ദേ സംഭവം അവിടെ വന്നത്. ആകെ ഈ തജ്വീദ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ തലപുണ്ണൊക്കെ അല്ലാതെ ഇത്രയും വലിയ നിയമങ്ങളൊക്കെ പാട് ഞാൻ എങ്ങനെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാക്കും. കുറച്ച് നിയമമുള്ളൂ, അത് പഠിച്ചാൽ ബാക്കി എല്ലായിടത്തും അത് പാലിക്കുക. അത്ര ഇതിലിപ്പോൾ ഒരു നിയമം എന്താ പഠിച്ച്? സ്വാദുമായി ബന്ധപ്പെട്ട ഉച്ചാരണത്തിലെ വ്യത്യാസമാണ്. സീന് സ്വാദും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നാ പഠിച്ചു. അതെല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായി. പിന്നെ ഒന്ന് റാ ഉച്ചരിക്കുമ്പോൾ റാ അതിന് ഫത്ഹും ലമ്മും കെസറും സുക്കൂനൊക്കെ വരുമ്പോൾ ഒരു വ്യത്യാസം വരുന്ന പഠിക്കാനുള്ളത്.
അതൊരു വ്യത്യാസമാണ്. റായിന് സുക്കൂന് വന്ന് തൊട്ടു മുൻപിലത്തെ അക്ഷരം കെസറാണെങ്കിൽ അത് റാന്ന് ഉച്ചരിക്കാൻ പറ്റൂല. അതെങ്ങനെ ഉച്ചരിക്കണം? രാന്ന് ഉച്ചരിക്കണം. ഈ നിയമം എല്ലായിടത്തും നമ്മൾ ഇടക്കിടക്ക് വരും. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വയസ്സിരിലീ അംരീ, കണ്ടോ? ഇനി നേരെ തിരിച്ചും. റാക്ക് കെസറ് തൊട്ട് മുമ്പിൽ സുക്കൂന് വന്നപ്പോഴോ അം റീന്നല്ല. റാക്ക് എപ്പ കെസർ വന്നാലും രായാണ്. അംരീ വയസ്സിർലീ അംരീ. ആ ലാമ് നീട്ടാനുണ്ട്. അടുത്ത അക്ഷരം അലിഫ് ഹംസ അല്ലേ, അതുകൊണ്ട് ലീ അംരീ വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി. ഉഖ്ദതൻ എന്ന് പറയില്ല. എന്താ കാരണം? ഉഖ്ദതം മിൻ ലിസാനി എന്ന് പറയില്ല. എന്താ കാരണം? കുത്തുബുജദിന്റെ 5 അക്ഷരങ്ങളിൽപ്പെട്ട ക്ക് എന്ന് വന്നു കഴിഞ്ഞാൽ ഫലഖ്, ബുറൂജ്, ത്വാരിഖ് അങ്ങനെ പറയാം. ഖാഫ് സുക്കൂന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉഖ്ദതൻ. എന്താ ഉഖ്ദതൻ? ഖാഫിന് സുക്കൂന. ഉഖ്ദതൻ എന്ന് പറഞ്ഞാൽ പോരാ. ഉഖ്ദതം മിൻ ലിസാനി. ഉഖ്ദതൻ മിൻ എന്ന് പറയാതെ ഉഖ്ദതൻ എന്ന തൻവീന് പിന്നെ മീമാണ് വന്നിരിക്കുന്നത്. അപ്പോ ഉഖ്ദതം മിൻ, ആ മീമിലേക്ക് ചേർത്ത് തൻവീൻ ഉച്ചരിക്കും. ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യഫ്ഖഹു ഖൗലി ആവൂല, ഖാഫാണ്. യഫ്ഖ ഖൗലി, യഫ്ഖഹു ഖൗലി. ഇനി ഒന്ന് ശരിക്കും ഓതി നോക്കി നമ്മൾ. ഖാല റബ്ബി ഇശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഈ ആയത്തുകളുടെ വിശദീകരണം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് മൂസാ നബി അലൈഹിസ്സലാം ഒരു വലിയ ഉത്തരവാദിത്വവുമായി കൊണ്ട് ഫിറഔന്റെ അടുക്കിലേക്ക് ഇനി പോകേണ്ട അവസ്ഥ ഉറപ്പായി. അള്ളയാണ് കൽപ്പിച്ചിരിക്കുന്നത്, ഇനി അത് പാലിക്കല്ലാതെ നിർവാഹമല്ല. അവിടുന്ന് പിന്നെ പ്രാർത്ഥനയോടെയാണ് ആ ദൗത്യം ഏറ്റെടുക്കുന്നത്, ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ട്, എനിക്ക് എന്തൊക്കെ ഉത്തരവാദിത്തമാണെന്നുള്ളതിനൊക്കെ ഉപരി ഇത് പടച്ചോനോട് അങ്ങോട്ട് പറഞ്ഞ് സഹായം ചോദിച്ച് തുടങ്ങാൻ. ഖാല, മൂസാ നബി പറഞ്ഞു, റബ്ബി, എൻ്റെ റബ്ബേ. റബ്ബ് എന്ന വാക്ക് അള്ളാഹുവിൻ്റെ ഇസ്മാണ്. റബ്ബ്, റബ്ബുൽ ആലമീൻ, റബ്ബുസ് സമാവാതി വൽ അർദ്, റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ. റബ്ബ് എന്ന വാക്ക് അള്ളാഹ്ക്ക് പൊതുവിൽ ഒരു അടിമ അള്ളാനെ വിളിക്കാൻ ഇഷ്ടപ്പെട്ട വാക്കാണ്. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ റബ്ബേ, റബ്ബുനാ, റബ്ബി എന്നൊക്കെ വിളിച്ച് പറയുന്ന ആ വാക്കുണ്ടല്ലോ, ആ വാക്ക് വെച്ച് വിളിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ് എന്നാണ്. എന്നാൽ അത് മാത്രം വെച്ച് വിളിക്കാനും പാടില്ല. ഇടയ്ക്ക് എന്ത് ചെയ്യണം? അസ്മാഉൽ ഹുസ്നകളുണ്ട്, അതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തി പ്രാർത്ഥിക്കണം എന്ന് ഖുർആൻ പറഞ്ഞതാണ്. മറ്റു നാമങ്ങളും ഉച്ചരിക്കാവുന്നതാണ്. ഇവിടെ മൂസാ നബി ആദ്യം ആരംഭിച്ച് തുടങ്ങി റബ്ബേ എന്ന് വിളിച്ചിട്ടാണ്. റബ്ബി, എൻ്റെ റബ്ബേ എന്ന് വിളിച്ചിട്ട്. ഇശ്റഹ് ലീ, എനിക്ക് വിശാലമാക്കി തരണേ. ഇശ്റഹ് ലീ, ശറഹ്, ഇശ്റഹ് ലീ, എനിക്ക്, സ്വദിരി, എൻ്റെ ഹൃദയം വിശാലമാക്കി തരണേ, എൻ്റെ നെഞ്ച് വിശാലമാക്കി തരണേ. ഇവിടെ നെഞ്ച് അതിൻ്റെ അവയവത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹൃദയം. ഹൃദയം വിശാലമാക്കി തരണേ പടച്ചോനെ. വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തുണ്ട്, ആ സൂറത്തിൻ്റെ പേരെന്നെ വിശാലത എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഏതാ സൂറത്ത്? സൂറത്ത് ശറഹ്, അലം നശ്റഹ്, സൂറത്തു ശറഹ് കേട്ടോ. ഹൃദയത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടിയിട്ടാണ് മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത്. റബ്ബേ, എൻ്റെ ഹൃദയത്തിന് വിശാലത നൽകണേ. ഹൃദയവിശാലത എന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് മുമ്പിലുണ്ടാകുന്ന പ്രതിസന്ധികൾ എന്തോ ആവട്ടെ, നമ്മുടെ മുമ്പിലുള്ള ജനങ്ങൾ നമ്മളെ എന്തോ വിളിക്കട്ടെ, അവര് നമ്മളെ എന്തോ ഉപദ്രവിക്കട്ടെ, അതൊക്കെ സഹിക്കാനും അവരോട് ക്ഷമിക്കാനുള്ള വിവേകവും സഹനശീലവും എൻ്റെ ഹൃദയത്തിന് നൽകണേന്നാണ് ആ പ്രാർത്ഥന. നമ്മളെ മുമ്പിൽ ഉള്ള പ്രബോധിത സമൂഹം പല ടൈപ്പ് ആൾക്കാരായിരിക്കും.
ചിലർ അടിക്കാൻ വരും, ചിലർ ഈ വീട്ടിലേക്ക് വരണ്ടെന്ന് പറയും. മുഖത്ത് നോക്കിയിട്ട് നിങ്ങളെപ്പോഴത്തെ ആൾക്കാരൊന്നും നിങ്ങൾക്ക് താടിയും വെച്ചിട്ട് കള്ളത്താടിയും വെച്ചിട്ട് വെറുതെ രാവിലെ തന്നെ മനുഷ്യന്മാരെ വസ്വാസാക്കാൻ ദേഷ്യം പിടിച്ചിട്ടൊക്കെ സംസാരിക്കും. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതേ ഉരുളക്ക് ഉപ്പേരി എന്ന് പറഞ്ഞ മാതിരി അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളും അങ്ങനെ തന്നെയാണ്, നിങ്ങൾ ഖുറാഫിയാണ്, നിങ്ങൾ അങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല. ഖാല റബ്ബിശ്റഹ്ലി സ്വദരി, റബ്ബേ എൻ്റെ ഹൃദയത്തിന് എനിക്ക് വിശാലത തരണേന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള, മുമ്പിലുണ്ടാകുന്ന വെല്ലുവിളികളെ എല്ലാം ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സുണ്ടാകണം. ഇത് ശരിക്ക് ദഅവാ മേഖലയിൽ മാത്രമല്ല, ദാമ്പത്യ ജീവിതത്തിൽ വേണ്ടേ? തൻ്റെ ഭാര്യ ഞാൻ വിചാരിച്ച പോലെ 100% ആകണമെന്ന് ആഗ്രഹിക്കുന്ന വിഡ്ഢിയാണ്. മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ, നിന്റെ ഭാര്യയിൽ നീ വെറുക്കുന്ന എന്തെങ്കിലും സ്വഭാവമുണ്ടെങ്കിൽ തന്നെ റളിയ മിൻഹാ ആഖർ, നീ ഇഷ്ടപ്പെടുന്ന മറ്റു പല സ്വഭാവങ്ങളും അവളിലുണ്ട്. അവളിൽ വെറുക്കപ്പെട്ട കാര്യങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കാനും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളാനുമുള്ള ഹൃദയവിശാലത നിനക്കുണ്ടാകണം. ഏത് രംഗത്തും. നമ്മുടെ കച്ചവടക്കാർ നമ്മൾ മുമ്പിൽ വരുന്ന ആള് പല ടൈപ്പ് ആൾക്കാരുണ്ടാവും. നമ്മളെ നിരീക്ഷിക്കാൻ വരുന്ന ആളുണ്ടാവും, നമ്മളെ പറ്റിക്കാൻ വരുന്ന ആളുണ്ടാവും. നമ്മളെ എങ്ങനെയായിരിക്കുമെന്ന് അറിയാൻ സാധ്യമാകാതെ ചിലപ്പോൾ ചില ആൾക്കാർ പൈസ 200-500 തരേണ്ടടുത്ത് 300-500 തന്ന് നമ്മൾ പരീക്ഷിച്ച് നോക്കും, ഇപ്പം ആളെങ്ങനെ ഉണ്ട്. പല ടൈപ്പ് ആളുകളുണ്ട്. നല്ല ശ്രദ്ധയോടെ ജാഗ്രതയോടെ നമ്മൾ ഉണ്ടാവേണ്ട ഒരു മേഖലയാണ്. ഇവിടെയാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയുടെ പ്രസക്തി വരുന്നത്. റബ്ബേ, എൻ്റെ ഈ ജീവിത വഴിയിൽ ഇനി അങ്ങോട്ടുള്ള എൻ്റെ സഞ്ചാരത്തിൽ എൻ്റെ ഹൃദയത്തിന് വിശാലത നൽകണം. കാരണം അള്ളാന്റെ ഖുർആൻ സൂറത്ത് സുമറിൽ പറഞ്ഞു, ഒരാള് ഹിദായത്തിലാവുക എന്ന് പറഞ്ഞാൽ അവർക്ക് അള്ളാഹു ആദ്യം കൊടുക്കുക ഹൃദയവിശാലത കൊടുക്കലാണ്. എന്താണ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും എത്ര മെസ്സേജ് അയച്ചിട്ടും എത്ര വിളിച്ചിട്ടും ഒരാളുടെ മനസ്സ് തുറക്കാത്തത്? അള്ളാഹ് അവൻക്കത് ഹൃദയവിശാലത കൊടുത്തിട്ടില്ല. അഫമൻ ശറഹല്ലാഹു സുദ്റഹു ലിൽഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. ആർക്കെങ്കിലും അള്ളാഹു ഹൃദയത്തിന് വിശാലത കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തിലേക്ക്? ലിൽഇസ്ലാമി, ഇസ്ലാമിലേക്ക്. ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അവന്റെ റബ്ബിന്റെ പ്രകാശത്തിലാണ്. സൂറത്ത് സുമറിലാണ് ആ ആയത്ത് കൊടുത്തിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രകാശം കിട്ടുന്നത് ഇസ്ലാമിലേക്ക് ഹൃദയവിശാലത കാണിക്കുന്ന ആൾക്കാണ്. ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽഇസ്ലാം. അള്ളാഹു ആർക്കെങ്കിലും ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഹൃദയത്തിനൊരു ഉൾക്കൊള്ളാനുള്ള വിശാലത കൊടുക്കും. ഒരാളെ അള്ളാഹു വഴിപിഴപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ഹൃദയത്തിന് കുടുസത ഇട്ടുകൊടുക്കും. നമ്മൾ പേടിക്കേണ്ട മേഖലയാണ്. ഹൃദയത്തിന് കുടുസത ഇട്ടുകൊടുക്കും. അവൻക്ക് ഉൾക്കൊള്ളാനേ കഴിയൂല, അംഗീകരിക്കാൻ കഴിയൂല, കേൾക്കാൻ കഴിയില്ല. വല്ലാത്തൊരു പ്രയാസത്തിലായിരിക്കും വരിക. അതുകൊണ്ടല്ലോ അവന് ഹൃദയം ലയ്യഖായി പോവുക എന്ന് പറയുന്നത്. ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഉലൈക ഫീ ളലാലിൻ മുബീൻ. നമ്മൾ അല്ലാഹ് എന്നുള്ള ദിക്റുകൾ നമ്മൾ കുറഞ്ഞു പോയാൽ നമ്മുടെ കൽബ് പതുക്കെ പതുക്കെ ഖാസിയത്തായി മാറും, കഠിന ഹൃദയമായി മാറും. ഫവൈലുൻ, നാശം, ലിൽ ഖാസിയത്തി ഖുലൂബുഹും, ഹൃദയം കഠിനമായി പോയവർക്ക്, മിൻ ദിക്രില്ലാ, അല്ലാഹുവിൻ്റെ ദിക്റിനെ തൊട്ടുകൊണ്ട്, ഉലൈക ഫീ ളലാലിൻ മുബീൻ, അവർ വ്യക്തമായ വഴികേടിലാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ അവിടുത്തെ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ കൊടുത്ത ചരിത്രം കാണാം. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ഒരു സഹോദരി കയറി വരികയാണ്. അവർ വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു പരാതി, അല്ലെങ്കിൽ എനിക്കൊരു വിഷമമുണ്ട്, ഞാനത് പറയാൻ വേണ്ടി വന്നതാണ്. എന്താണ് നിങ്ങളെ വിഷമം? അവർ പറഞ്ഞു, എൻ്റെ കൽബ് കഠിനമായി പോവാണ്. എനിക്ക് മരണ വിഷയങ്ങൾ കണ്ടാലോ, ഒരു ജനാസ കണ്ടാലോ, ഒരു പാവപ്പെട്ട മനുഷ്യനെ കണ്ടാലോ എനിക്ക് അലിവ് തോന്നുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? അവർക്ക് അങ്ങനെ തോന്നിയത് തന്നെ വലിയൊരു കാര്യമാണ്. എനിക്കിങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്.
ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ഉപദേശമുണ്ട്, നീ അത് പാലിച്ചു നോക്ക്. നീ നിന്റെ മരണത്തെക്കുറിച്ച് ധാരാളമായിട്ട് ചിന്തിച്ചു നോക്ക്. തലീനു കൽബക, നിന്റെ കൽബ് ലോലമാകും, നിന്റെ മനസ്സ് നന്നാകും. ഞാനൊക്കെ മരിക്കാനുള്ളവനാണ്, ഞാനൊക്കെ ഇവിടുന്ന് പോവാനുള്ളവനാണെന്നുള്ള ചിന്ത വന്നാൽ തന്നെ അവന്റെ പകുതി കാഠിന്യം കുറയുന്നു. നിങ്ങൾ ഇടയ്ക്ക് ഖബർ സന്ദർശിക്കണം എന്ന് പറഞ്ഞു. എന്തിനാ നിങ്ങൾ ഖബർ സന്ദർശിക്കാൻ പോകുന്നത്? നിങ്ങളുടെ കൽബിൽ പരലോകബോധവും മരണചിന്തയും പശ്ചാത്താപ ചിന്തകളും നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഭൂമിയിലുള്ള മറ്റുള്ള മനുഷ്യന്മാരോടൊക്കെ കരുണ കാണിക്കണം എന്ന് പറഞ്ഞു. എന്തിനാണ്? നിങ്ങൾക്ക് അള്ളാന്റെ ഒരു അലിവും കരുണയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ. മൂസാ നബിന്റെ ആ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് തലങ്ങളുണ്ട്. നമ്മളെ ഹൃദയത്തെ പറ്റി ചിന്തിച്ചു നോക്കണം. നമ്മളെ സ്വഭാവം എങ്ങനെയാണ്? കുടുസായ സ്വഭാവമാണോ? ഒരു 10 രൂപ കൊടുക്കുമ്പോഴത്തേന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുണ്ടോ? 4 ആളുകളുടെ ഇടയിൽ നിന്ന് സംസാരിച്ച് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴത്തേന് നമുക്ക് ദേഷ്യം വരുന്നുണ്ടോ? നിസ്സാരമായ കാര്യത്തിന് ഈഗോ പ്രശ്നം വരുന്നുണ്ടോ? നമുക്ക് മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? മറ്റുള്ളവരുടെ കുറവുകൾ അംഗീകരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? മറ്റുള്ളവന്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഹൃദയത്തിന്റെ വിശാലത ഉണ്ടെങ്കിൽ അത് കഴിയുള്ളൂ. അല്ലാത്തവന് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ ഭാരമായിരിക്കും. ഖാല റബ്ബി ഇശ്റഹ് ലീ സദ്രി, എൻ്റെ ഹൃദയത്തിന് വിശാലത നൽകണേ. പിന്നെന്താ പറഞ്ഞേ? വയസ്സിർ ലീ അംരി, അല്ലാഹുവേ എൻ്റെ കാര്യങ്ങൾ എനിക്ക് എളുപ്പമാക്കി തരണേ. നോദിക്കേ, ഖാല റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അടുത്തത് ആവശ്യപ്പെടുന്നത് ഇനി പ്രയാസകരമായ പല കാര്യങ്ങളിലേക്കും പോവാണ്. അതുകൊണ്ട് വയസ്സിർ ലീ, യസ്സറ എളുപ്പമാക്കുക എന്നാണ്. യസ്സിർ എളുപ്പമാക്കി തരണേ, ലീ എനിക്ക്, അംരി എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് എളുപ്പമാക്കി തരണേ പടച്ചോനെ. എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് എളുപ്പമാക്കി തരണേ. എനിക്കൊരു പ്രയാസം ഈ വഴിയിൽ ഉണ്ടാവരുതേ. ഇതൊക്കെ നമ്മളും ആഗ്രഹിക്കേണ്ടതാണ്. നീ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ പ്രാർത്ഥന നീ പ്രാർത്ഥിച്ചാൽ, ഒരു പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചാൽ ആകാശത്തുനിന്നോ ഭൂമിന്നോ നിനക്കൊരു പ്രയാസം ഉണ്ടാവൂല എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ട്. രാവിലെ 3 തവണ പ്രാർത്ഥിക്കേണ്ടുന്നൊരു പ്രാർത്ഥന. അത് നീ പ്രാർത്ഥിച്ചാൽ ആകാശത്തുനിന്നോ ഭൂമിന്നോ നിനക്കൊരു ശല്യം പ്രയാസം ഉണ്ടാവൂല എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ട്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. അത് ബിസ്മില്ല കൊണ്ട് ആരംഭിച്ച പ്രാർത്ഥന. ബിസ്മില്ലയുടെ മഹത്വം മനസ്സിലാക്കിയാൽ മതി. ധാരാളം പ്രാർത്ഥനകൾ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ എല്ലാ കാര്യങ്ങളും പടച്ചോനെ നന്നാക്കി തരും. മൂസാ നബി മാത്രമല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ നേതാവ് പ്രാർത്ഥിച്ചു, പടച്ചോനെ എൻ്റെ എല്ലാ കാര്യവും എനിക്ക് നന്നാക്കി തരണം. ഒരു കണ്ണിമ വെട്ടുന്ന സെക്കൻഡ് പോലും പടച്ചോനെ എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കരുത്. ഒരു കണ്ണിമ വെട്ടുന്ന സെക്കൻഡ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തം നിയന്ത്രിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്നെ അത് ഏൽപ്പിക്കരുത്. ഏതാ പ്രാർത്ഥന? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. നമ്മുടെ ബുക്ക് സ്റ്റാളുണ്ട്. മറ്റു പള്ളികളിൽ കിട്ടാത്തൊരു ചാൻസാണ് നമുക്ക് പഠിക്കാൻ ആവശ്യമായൊരു ഗൈഡൻസ്. പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. പ്രാർത്ഥനയുടെ പുസ്തകങ്ങളുണ്ട്, ഫിഖ്ഹിയായ ഗ്രന്ഥങ്ങളുണ്ട്, അഖീദയുടെ ഗ്രന്ഥങ്ങളുണ്ട്, താരീഖ് ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. ആവശ്യാനുസരണം വേണ്ടത് ഇടക്കിടക്കൊന്ന് മേടിച്ച് അത് ഉപയോഗപ്പെടുത്തുക. അതൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വെച്ചതല്ല, നമ്മളെ ദീനിയായ വളർച്ചയ്ക്ക് വേണ്ടി നൽകുന്നതാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. വയസ്സിരിലി അംരി, മൂസാ നബിന്റെ പ്രാർത്ഥന, യസ്സിരിലി എനിക്ക് എളുപ്പാക്കി തരണേ, അംരി എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് എളുപ്പാക്കി തരണം. പോണ വഴി, പോകുന്ന യാത്ര എല്ലാം ബുദ്ധിമുട്ടുണ്ട്. അവിടെ എത്തണം,
അവൻ ഫിറഔനെ അഭിമുഖീകരിക്കണം. അവൻ ഏത് മൂഡിലുണ്ടാവുക, എന്തൊക്കെ പ്രതികരിക്കുക ഒന്നും അറിയില്ല. എല്ലാം എനിക്ക് എളുപ്പമാക്കി തരണേ റബ്ബേ എന്ന് റബ്ബിനോട് തവക്കുലാക്കിയിട്ടാണ് പോണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ അരികിലേക്ക് ഒരാൾ കടന്നു വന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഒരാൾ നബി തങ്ങളുടെ അരികിലേക്ക് കയറി വന്നു. ഫഖാൽ, എന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ഉരീദു സഫറൻ, ഞാനൊരു യാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. സവ്വിദ്നി, നിങ്ങൾ എനിക്ക് എന്തെങ്കിലും കൂടുതലായി പാതേയം ഒരുക്കി തന്നാലും. ഞാൻ യാത്ര പോകാൻ നിൽക്കുകയാണ്, എനിക്ക് എന്തെങ്കിലുമൊക്കെ പാതേയം ഒരുക്കി തന്നാലും എന്നാണ്, എനിക്ക് എന്തെങ്കിലും ഉപദേശം തന്നാലും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രാർത്ഥന എനിക്ക് പറഞ്ഞു തന്നാലും മതി എന്ന രൂപത്തിൽ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒന്നൊരു പാതേയമാക്കി തരുമോ? ഫഖാൽ, അപ്പം നബി തങ്ങൾ ഒരു പ്രാർത്ഥന കൊടുത്തു. നീ യാത്ര പോവാണല്ലേ, സവ്വദകല്ലാഹു തഖ്വാ. നമ്മൾ ഒരിക്കൽ അവിടെ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സവ്വദകല്ലാഹു തഖ്വാ, അള്ളാഹു നിനക്ക് തഖ്വ അധികരിപ്പിച്ചു നൽകട്ടെ. ഒരു പ്രാർത്ഥന കൊടുത്തു. ഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, സിദിനി, നബി എനിക്കത് പോരാ. നബിയിൽ നിന്ന് വീണ്ടും വീണ്ടും കിട്ടാൻ അവർ കൊതിച്ചു. പല ഹദീസുകളിലും വായിച്ച കാണാം, അവർ പിന്നെയും ഇങ്ങനെ ചോദിക്കും, വീണ്ടും ചോദിച്ചു, എനിക്ക് കുറച്ചുകൂടി വേണം, ഇനിയും വേണം. ഫഖാൽ വഗഫറ ദംബക്, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. ഖാല, സ്വഹാബി വന്നാൾ വീണ്ടും പറഞ്ഞു, സിദ്നി, നബി എനിക്ക് ഇനിയും കൂടുതലായി തരൂ. ഖാല, അവിടുന്ന് പറഞ്ഞു, വയസ്സറ ലക്കൽ ഖൈറ ഹൈസുമാ കുൻത, വയസ്സറ ലക്കൽ ഖൈറ ഹൈസുമാ കുൻത, നീ എവിടെയായിരുന്നാലും അള്ളാഹു എല്ലാ ഖൈറിലേക്കും നിനക്ക് എളുപ്പമാക്കി തരട്ടെ. അപ്പൊ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിന്റെ കാര്യങ്ങളൊക്കെ പടച്ചോനെ എളുപ്പമാക്കി തരട്ടെ. അപ്പൊ എങ്ങനെയാ പ്രാർത്ഥന പ്രാർത്ഥിക്കുക? അതിൽ ആ ഭാഗം മതി, അണ്ടർലൈൻ ചെയ്തു പോകാം. സവ്വദകല്ലാഹു തഖ്വാ വഗഫറ ദംബക വയസ്സറ ലക്കൽ ഖൈറ ഹൈസുമാ കുൻത. നമ്മൾ ആ പുസ്തകം എല്ലാവരും കൈപ്പറ്റണം. നമ്മൾ അതിലുള്ളതും അതിലില്ലാത്തതുമായ പല കാര്യങ്ങൾ, ചിലപ്പോൾ അതിൽ എഴുതാനുണ്ടാകും, വരക്കാനുണ്ടാകും, അതിലെന്തെങ്കിലും എഴുതി എഡിറ്റ് ചെയ്യാനുണ്ടാവും, ചേർക്കാനൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ആ പുസ്തകം മേടിക്കാൻ നമ്മളൊരു 100 രൂപ പറഞ്ഞത് പുസ്തകത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഈ ഖുർആൻ പഠന സംവിധാനങ്ങൾക്ക് പല നിലക്കുമുള്ള എക്സ്പെൻസസുകൾ വരും. അപ്പോൾ അതിനൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ഒരു 100 രൂപയും അതിന് സൗജന്യമായിട്ട് ഒരു പുസ്തകം തരാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പ്രാർത്ഥന അവിടുന്ന് ഒരു സന്ദർഭത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ പ്രാർത്ഥന എപ്പോഴാ? യാത്ര പോകാൻ ഉദ്ദേശിക്കുന്ന ആളോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പാതയം തരണം എന്ന് പറഞ്ഞപ്പോൾ ഉള്ള പ്രാർത്ഥന. എന്നാൽ യാത്ര പോകുന്ന ആൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? അസ്തൗദി അല്ലാഹു ദീനക എന്ന് പറഞ്ഞിട്ട് നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കൂലേ? അപ്പൊ യാത്ര പോകുന്ന വ്യക്തി എന്താ പ്രാർത്ഥിക്കുക? അസ്തൗദിഉകുമുല്ലാഹല്ലദീ ലാ തുളീഉ വദായ. അത് യാത്രയപ്പിന്റെ പ്രാർത്ഥനയാണ്. ഇത് ഞാൻ യാത്ര പോവുകയാണ് നബിയെ, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക പ്രാർത്ഥന ചോദിക്കുന്നത്. അപ്പോഴാണ് അള്ളാഹു നിങ്ങളുടെ കാര്യങ്ങൾ എളുപ്പാക്കി തരട്ടെ, ഹൈറാക്കി തരട്ടെ, ബർക്കത്ത് തരട്ടെ നമ്മൾ പ്രാർത്ഥിക്കൂലേ? അതുപോലത്തെ ഒരു പ്രാർത്ഥനയാണ് പറയുന്നത്. മൂസാ നബിയും അള്ളാഹിനോട് ആവശ്യപ്പെടുന്നതും അതാണ്, അള്ളാഹുവേ എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് എളുപ്പാക്കി തരണേ. ആയില്ലേ? ഈ പ്രാർത്ഥനയ്ക്കൊക്കെ മാറ്റം ഉണ്ടായില്ല. നോക്കി, ഹൃദയവിശാലത കൊടുത്തു. എന്തൊക്കെ സംഭവിച്ചു അവിടെ? മൂസാ നബി അലൈഹിസ്സലാമിൽ നിന്ന് ഒരു അവിവേകം കടന്നു വന്നിട്ടില്ല. നമ്മൾ ഇനി ചരിത്രം വായിക്കുന്നുണ്ട്. കാര്യങ്ങൾ എളുപ്പമാക്കി തരണേ എന്ന് പറഞ്ഞു. എന്തുമാത്രം എളുപ്പ സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെ എളുപ്പങ്ങൾ ആണ് പിന്നെ കിട്ടിയിട്ടുള്ളത്. പിന്നെ അടുത്ത ആവശ്യം വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി. വഹ്ലുൽ, ഈ ഒരു കാര്യത്തില് കയറിട്ട് കെട്ടിയിട്ട് ആ കയറിങ്ങോട്ട് ഊരി മാറ്റുന്നതിനാണ് ഹല്ലല എന്ന് പറയാ. വഹ്ലുൽ, അങ്ങനെ കെട്ടഴിച്ചു വിടണേന്നാണ്. വഹ്ലുൽ, അഴിച്ചു തരണേ. ഉഖ്ദതൻ, എന്റെ കെട്ട്. എവിടെയുള്ള കെട്ടാണ്? മിൻ ലിസാനി. ലിസാൻ, നാവുമുള്ള കെട്ടഴിച്ചേർന്ന്. ഞാൻ ഇനി എൻ്റെ ആയുധം നാവാണ്, അവിടെ പോയി സംസാരിക്കുകയാണ്. എൻ്റെ നാവിൻ്റെ കുടുസതകൾ മാറ്റിത്തരണേ. അത് മൂസാ നബി സ്വന്തം കുറവിനെ പറ്റി ചിന്തിച്ചതാണ്. മൂസാ നബിക്ക് ഒരു കുറവുണ്ട് എന്നുള്ളത് മൂസാ നബിക്ക് അറിയാമായിരുന്നു. എന്താ കുറവ്? സംസാരിക്കുമ്പോൾ ചില അവ്യക്തതകൾ വരിക. നമ്മൾ വിക്കുണ്ടാവുക എന്നൊക്കെ പറയുന്ന പോലെ അങ്ങോട്ട് പ്രതിഫലിപ്പിക്കാൻ കഴിയാത്തൊരു പ്രയാസം ഉണ്ടായിരുന്നു. അത് പ്രയാസം മാറ്റാൻ അള്ളാഹ്ക്കൊരു പണിയില്ല.
പടച്ചോൻ എൻ്റെ നാവിൻ്റെ ആ കുടുസുണ്ടല്ലോ, സംസാരിച്ചൊരു വാക്ചാതുരി കിട്ടാത്ത പ്രശ്നം, അതൊന്നാണ് കെട്ടഴിച്ച് തരണേ പടച്ചോനെ. ഇതൊക്കെ അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ടതാണോ? ഇതൊക്കെ അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. അള്ളാഹുവിനോടെല്ലാം പ്രാർത്ഥിക്കാം. ഡോക്ടറെ കാണാം, ചികിത്സിക്കാം, മരുന്ന് കഴിക്കാം, ഒക്കെ ചെയ്യും. കൂടെ പടച്ചോൻ എൻ്റെ ഈ പ്രയാസം മാറ്റിത്തരണേ എന്നുള്ളത് പറയണം. എൻ്റെ നാവിൻ്റെ കുടുസതകൾ മാറ്റിത്തരണം. എന്തിനാ നാവിൻ്റെ കെട്ടുക്കുടുക്കും കുടുസതകൾ മാറ്റിത്തരണം എന്ന് പറഞ്ഞ് നമ്മൾ ഒരാളെടുത്ത് ചെന്ന് വിക്കോടുകൂടെ ആവർത്തിച്ച് ഇങ്ങോട്ട് പറയാൻ തുടങ്ങിയ ഒരാളെ മുമ്പിൽ എത്ര നല്ല കാര്യം പോയി പറഞ്ഞു കൊടുത്താലും കേൾക്കുന്നയാളിൽ അത് അസ്വസ്ഥതകൾ ഉണ്ടാക്കും. അയാൾക്കത് എഫക്റ്റീവായി കേൾക്കാൻ കഴിയില്ല, അയാൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഉൾക്കൊള്ളാൻ കഴിയില്ല. നേരെ മറിച്ച് നല്ല സ്ഫുടമായി ചില ആളുകളൊക്കെ അവരുടെ നല്ല ഒരു പക്ഷെ വലിയ പാണ്ഡിത്യവും വലിയ പ്രാസംഗികളൊന്നും ആവൂല, പക്ഷേ നന്നായി വീടുകളിൽ കയറി സംസാരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ എനിക്ക് പരിചയം തന്നെയുള്ളൊരു ടീമുണ്ട്. ഒരു 10ഓളം ആളുകളുണ്ട്. അവർ കുറച്ചൊക്കെ ഒരു പ്രായം ചെന്ന ഒരു നല്ല ബിസിനസ്സർ. അവർക്ക് 4 ദിവസം ലീവ് എടുത്ത് പോയാലും അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഓലെ പണി എന്താ വെച്ചാൽ ടൂറ് പോകാമെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് കണ്ട് പോവാണ്. ഏതെങ്കിലും കുന്നും മലക്കുള്ള ഏരിയകളിൽ പോയിട്ട് അവിടുത്തെ വീടുകളിൽ കയറിയിട്ട് പോയി വർത്താനമൊക്കെ പറഞ്ഞ് അവസാനം ഇങ്ങനെ ഇസ്ലാമിക്ക് കണ്ട് പതുക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നമുക്ക് കൊടുന്ന് സംസാരിച്ച് അവസാനം ഖുർആൻ്റെ പരിഭാഷയൊക്കെ കൊടുത്ത് പോരുക. അപ്പോൾ ആരാണ് ഇവരാരുമല്ല. അവർ ഹൈ ക്വാളിഫൈ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരൊന്നുമല്ല. ഇവർ കുറച്ച് സാമ്പത്തികമായ കാര്യങ്ങളും ഇടപാടൊക്കെ ഉള്ള ആൾക്കാരാണ്. ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ട്. അപ്പോൾ ആ ടൈം എന്തെങ്കിലും ഒരു റിലാക്സേഷൻ ഇവർ കണ്ട മാർഗ്ഗമാണ്. അങ്ങനെ അവർ കണ്ട് സംസാരിച്ച പലരും ഇന്ന് ഇസ്ലാമിലുണ്ട്. അള്ളാഹു അവർക്ക് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. എന്താ കാര്യം? അവർ സംസാരത്തിൻ്റെ വാക്ചാതുരിയിൽ നിന്നാണ് ഇത് വരുന്നത്. അതിൽ ഇംഗ്ലീഷ് നന്നായി അറിയുന്ന ആളുകളുണ്ട്, മറ്റു വേദങ്ങൾ സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരിങ്ങനെ ടീമായിട്ട് ഇങ്ങനെ അതിന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ ശരിക്ക് നല്ല വർക്ക്ഷോപ്പുകൾ നടത്തണം. ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന്, ദഅവത്ത് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. നമ്മൾ കുറച്ചൊക്കെ സൈക്കോളജിക്കലായ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കണം. നമ്മൾ അധ്യാപകരാകാൻ വേണ്ടി പരിശീലനം തരുമ്പോൾ നമ്മൾ ആദ്യം പഠിപ്പിക്കുന്ന പേപ്പർ സൈക്കോളജിയാണ്. മനഃശാസ്ത്രം പഠിക്കാതെ എങ്ങനെയാണ് എനിക്ക് എൻ്റെ കുട്ടികളോട് പെരുമാറാൻ കഴിയുക? എനിക്കെങ്ങനെ എൻ്റെ വാപ്പയോട് ഉമ്മയോട് അവരുടെ മനസ്സ് വായിക്കാൻ കഴിയാതെ എനിക്കെങ്ങനെ പെരുമാറാൻ കഴിയാം? ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പം ഇങ്ങനെ നിങ്ങളുടെ ഒരു ഏകദേശ മനസ്സിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കാതെ ഞാൻ ഇവിടുന്ന് ഗർവാണത്തിൽ എന്ത് സംസാരിച്ചിട്ടും കാര്യമില്ല. നിങ്ങളുടെ മനസ്സറിഞ്ഞ്, നിങ്ങളുടെ പ്രശ്നമറിഞ്ഞ്, നിങ്ങളുടെ മനോഭാവം അറിഞ്ഞ് സംസാരിക്കുമ്പോഴേ അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇതേപോലെയാണ് നമ്മൾ സംസാരിക്കുന്ന ഭാഗത്തുള്ള ഏരിയയെ, അവിടുത്തെ സാഹചര്യങ്ങളെ, കാലാവസ്ഥയൊക്കെ മനസ്സിലാക്കി സംസാരിക്കാൻ കഴിയണം. മൂസാ നബിക്ക് സ്വന്തത്തിൻ്റെ ഒരു കാര്യം പറയും, ഞാൻ അവിടെ ചെന്ന് സംസാരിക്കാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ എൻ്റെ നാവിനൊരു ഉഖ്ദത്തുണ്ട്, എൻ്റെ ആ ലിസാനിൽ നിന്നത് മാറ്റിത്തരണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഇന്ന മിനൽ ബയാനി ലസിഹ്റാത്ത്, ഈ വിശദീകരിക്കുക എന്ന കാര്യത്തിന് തീർച്ചയായും ഒരു മാസ്മരിക ശക്തിയുണ്ട്. പല മഹാന്മാരും സംസാരത്തിലൂടെയാണ് അത്ഭുതങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ജിബ്രാൾട്ട് മലയുടെ മുകളിലേക്ക് താരിഖ് ബിൻ സിയാദും സംഘവും വന്നു. അപ്പുറത്തുനിന്ന് 10,000-കണക്കിന് ക്രിസ്തീയരായ ഇസ്ലാമിന്റെ ശത്രുക്കൾ യുദ്ധത്തിന് വന്ന ഘട്ടമാണ്. ഇത് കണ്ട് ന്യൂനപക്ഷമായിരുന്ന മുസ്ലിമീങ്ങൾ അന്ന് വിറച്ചിട്ട് അവർ പറഞ്ഞു, ഇതിന് ഞങ്ങളില്ല, ഇതിന് നമ്മൾ ഇറങ്ങിയാൽ നമ്മൾ തോൽക്കും. എല്ലാവരും ഇങ്ങനെ മനസ്സിങ്ങനെ മരവിച്ച് പേടിച്ച് പിന്തിരിയാൻ വേണ്ടി നിൽക്കും. ജിബ്രാൾട്ട് മലയുടെ മുകളിൽ നേതാവായ ഒരാളുണ്ടായിരുന്നു, താരിഖ് ബിൻ സിയാദ്. ഒരു വഴിയില്ല, ആയുധങ്ങളും സന്നാഹമൊക്കെ കുറവാണ്. താരിഖ് ബിൻ സിയാദ് അന്ന് അവരെല്ലാവരും കൂടെ അടുത്തേക്ക് മാറി ഇങ്ങോട്ട് ഇരുത്തിയിട്ട് അവരോട് ഒരു 10 മിനിറ്റ് സംസാരിച്ചു. ആ കാണുന്നത് എൻ്റെയും നിങ്ങളുടെയും മാത്രം ശത്രുവല്ല, നമ്മുടെ നാടിൻ്റെ ശത്രുവാണ്, നമ്മുടെ മതത്തിൻ്റെ ശത്രുവാണ്. നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കാണ്. ഇവിടെ നമ്മൾ പേടിച്ച് മാറിയിരുന്ന നമ്മൾ മാത്രമല്ല ഇവിടെ പോവട്ടോ, നമ്മുടെ ബാക്കിലുള്ള മക്കളടക്കമുള്ളവരൊക്കെ കവർന്നെടുക്കും. നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, നമുക്ക് ധൈര്യസമേതം ഇറങ്ങാന്ന് പറഞ്ഞ് പ്രൗഢഗംഭീരമായൊരു 10 ചരിത്രത്തിൽ വല്ലാതെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താരിഖ് ബിൻ സിയാദിന്റെ ചരിത്രം. ആ യുദ്ധത്തിന് ഇറങ്ങുകയാണ്. ശത്രുക്കളിൽ നിന്ന് പലതും ഉണ്ടായെങ്കിലും അവസാനം മുസ്ലിമീങ്ങൾ വിജയിച്ചടക്കിയ വിജയത്തിന്റെ ഗാഥയാണ് ആ ചരിത്രം പഠിപ്പിക്കുന്നത്. വിശദീകരണത്തിലൂടെ അറഫാ കുന്നിന്റെ മുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാട്ടുപാടല്ല, ഗാനമേള നടത്തല്ല,
വേറെന്തെങ്കിലും തട്ടുമുട്ട് പരിപാടി നടത്തല്ല, ബയാന് നടത്തണം. ജനങ്ങൾക്ക് കാര്യങ്ങൾ സ്ഫുടമായി വിശദീകരിച്ച് വ്യക്തമാക്കി കൊടുക്കണം. എന്താ നമ്മുടെ കേരളത്തിൽ മുസ്ലിമീങ്ങളുടെ അധപ്പതനത്തിന്റെ പ്രധാനപ്പെട്ട കാരണം? മഹല്ലുകളിൽ വെള്ളിയാഴ്ച നടക്കുന്ന ഖുതുബകളിൽ ബയാന് നടക്കുന്നില്ല, വായന നടക്കുന്നുണ്ട്, എന്തൊക്കെയോ വായിക്കുന്നുണ്ട്. ജനങ്ങൾക്കതിൽ നിന്നൊരു ബയാൻ, ഒരു വ്യക്തമായ വിശദീകരണം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവരിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. എന്നാൽ ഇന്ന മിനൽ ബയാനി ലസഹറ, ഈ വിശദീകരിക്കുക എന്ന കാര്യത്തിൽ ഒരു മാസ്മരികതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് നല്ല കഴിവ് കിട്ടിയാൽ അതിനാവശ്യമായ ഗ്രന്ഥങ്ങൾ വായിക്കണം, ടിപ്സുകൾ ഉണ്ടാവണം, പ്രസംഗ പരിശീലനം നമ്മളൊക്കെ പഠിക്കണം. എന്നിപ്പോൾ ഒരു ഖത്തീബ് ഉണ്ടായി, എന്നും ക്ലാസ് എടുക്കാൻ ഒരാൾ എന്നൊരു ഖത്തീബ് ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. ചിലപ്പോൾ അയാൾ എന്തെങ്കിലും എവിടെയെങ്കിലും വരാൻ പറ്റാതെയൊക്കെ വരൂലേ. അപ്പം നിങ്ങൾ എന്താ ചെയ്യുക? എല്ലാവരും കൂടി വണ്ടി എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും പോവുകയെ? അപ്പൊ നമ്മൾ കുറച്ച് പതുക്കെ പ്രസംഗം പഠിച്ചു തുടങ്ങണം. അതിനെന്താ പണി? സ്വന്തം വീട്ടിൽ വാതിലടക്ക നിന്ന് പ്രസംഗിക്കുക, വാതിലടക്ക നിന്ന് പ്രസംഗിക്കുക. മുമ്പിലുള്ളതൊക്കെ ആൾക്കാരാണെന്ന് വിചാരിക്കുക, ജനലും വാതിലും കമ്പിയൊക്കെ ആൾക്കാരാണെന്ന് വിചാരിക്കുക, നിന്ന് സംസാരിക്കുക. പറ്റുമെങ്കിൽ ഫോണിലൊന്ന് റെക്കോർഡ് ചെയ്തൊക്കെ എന്തൊക്കെ പ്രശ്നമുള്ളത് എന്നുള്ളത്. നമ്മുടെ പ്രസംഗം, നമ്മളൊക്കെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പ്രസംഗം ഒന്ന് കേൾക്കും, നമ്മൾ പിന്നെ പോയിട്ട് കേൾക്കും, ഒഴിഞ്ഞിരുന്ന് കേൾക്കും. അപ്പോൾ ആൾക്കാർ ചോദിക്കും, എന്ത് പൊട്ട എൻ്റെ പ്രസംഗം ഇജന്നെ കേൾക്കുക, ഇതിലെന്തെങ്കിലും അവ്യക്തകളും അപാകതകളും. അപ്പോഴാണ് നമ്മൾ ഇന്ന ഭാഗം കട്ട് ചെയ്യണം, ഇന്ന ഭാഗം എഡിറ്റ് ചെയ്യണം, ആ ഭാഗം അവിടെ വേണ്ട, അത് പ്രസംഗം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമ്മൾ ആദ്യം സംസാരിക്കണം, എന്നിട്ട് കുറവുകൾ നികത്തണം. എനിക്കൊന്നും പ്രസംഗിക്കാൻ പറ്റില്ല, എനിക്ക് കാല് ഉറക്കുള്ളൂ, കൈ ഉറക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മൊഴിഞ്ഞു മാറിയിട്ട് കാര്യമല്ല. നമ്മളിത് പതുക്കെ ഇതിലേക്ക് വരണം, രംഗത്തെത്തണം. നമുക്ക് ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ, ജനങ്ങളോട് 4 ആളോടെങ്കിലും പോയിട്ട് നമുക്ക് പടച്ചോന് ചാൻസ് എപ്പോഴും തരുമെന്ന് പറയാൻ പറ്റൂല. നമ്മളെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ ഒരു മൊത്തത്തിൽ നമ്മുടെ ഒരു വേഷത്തിലും നമ്മുടെ വസ്ത്രവിധാനങ്ങളിലുമൊക്കെ നമ്മളടുത്ത് എന്തൊക്കെയോ കപ്പാസിറ്റി ഉണ്ടെന്ന് ജനങ്ങൾ ധരിക്കണത്. അപ്പൊ ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യം വന്നാണ് ഞങ്ങൾ പറയുന്നത് പറഞ്ഞ് നമ്മൾ വിളിക്കും. അപ്പോഴേക്കും ആൾക്കാരായി ഇവൻക്കൊന്നും കഴിയില്ല എന്നുള്ളത് അപ്പോഴേക്കും ഉണ്ടാവും. നമ്മൾക്ക് പല ഘട്ടങ്ങളിലും കുടുങ്ങിപ്പോയത്. ഒരു ദിവസം സാധാരണ നിങ്ങളൊക്കെ വരുന്ന മാതിരി ഒരു വെള്ളിയാഴ്ച നമ്മൾ പള്ളിക്ക് പോവാണ്. അപ്പോൾ അന്ന് അങ്ങനെ ഖുതുബയൊന്നും അങ്ങനെ പറഞ്ഞ് തുടങ്ങിയില്ല എന്ന് എനിക്ക് തോന്നണത്. അപ്പോൾ പള്ളിക്ക് സാധാരണ പോണമാതിരി ഇങ്ങനെ ആടിപ്പാടി പള്ളിയിലെത്തി ഒതുണ്ടാക്കുന്ന സമയത്ത് സെക്രട്ടറി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ റെഡിയല്ലേ? എന്തിന്? ഖത്തീബ് വന്നിട്ടില്ല, ഖത്തീബ് വഴിയിൽ എവിടെ കുടുങ്ങിക്കാണ്, നിങ്ങൾ ഖുതുബ പറയണം. ഞാനോ 5 മിനിറ്റ് മുമ്പ് ഒതുണ്ടാക്കുമ്പോഴാണ് പറയണത് നിങ്ങൾ ഖുതുബ പറയണം, നിങ്ങൾ അറബി കോളേജൊക്കെ പഠിച്ച ആളല്ലേ എന്നൊക്കെ പറഞ്ഞ സെക്രട്ടറി. നമ്മളല്ലാതെ ഇനിയിപ്പോൾ അവിടെ വേറെ പരിഹാരം ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മളത്തേക്ക് വരുന്നത്. എന്തായിരുന്നാലും ഖുതുബക്ക് കയറിയപ്പോൾ ഖത്തീബ് കയറി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇറങ്ങാൻ വകുപ്പില്ലല്ലോ. എന്തായിരുന്നാലും അദ്ദേഹം അവിടെ ഉണ്ടല്ലോ, എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തി തരും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയിൽ ഒരു 25 മിനിറ്റ് അന്ന് ഖുതുബ പറഞ്ഞു. അന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്, ഇനി പോകുമ്പോൾ ഒരുങ്ങി പുറപ്പെട്ടു പോകണം. കാരണം എന്ത് സംഭവിക്കും? ഇനിയിപ്പോൾ നിലവിലൊരു ഖത്തീബ് ഇപ്പം അടുത്ത് കണ്ടില്ലേ, ഹറമിൽ ഇമാമ് നിന്നുകൊണ്ടിരിക്കെ ഫാത്തിഹ ഓതി കംപ്ലീറ്റ് ആക്കുന്നതിൻ്റെ മുമ്പ് ഇമാമ് കുഴഞ്ഞു വീണു. ഇനി ബാക്കിലൊക്കെ പടം എന്ത് ചെയ്യുക? അവിടെ ബോധം കിട്ടി ബാക്കിൽ അന്തം വിട്ടിക്കാൻ പറ്റുമോ? ബാക്കിൽ നിൽക്കുന്ന ആൾ റെഡി ആവണം, അടുത്ത സെക്കൻഡ് കയറി നിൽക്കാൻ തയ്യാറാവണം. അപ്പൊ ഇതിലൊക്കെ നമ്മൾക്ക് ചെറിയ രൂപത്തിൽ നമ്മുടെ കയ്യിൽ മരുന്നുണ്ടാവണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വയം കുറവുകൾ മനസ്സിലാക്കി, എനിക്ക് ഇങ്ങനെ വിഷയങ്ങളുണ്ട്, അതുകൊണ്ട് വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി. പിന്നെ പറഞ്ഞത് യഫ്ഖഹു ഖൗലി, എന്നിട്ട് എൻ്റെ വാക്കുകൾ യഫ്ഖഹു, അവർ ഗ്രഹിച്ചു കൊള്ളട്ടെ, അവർ മനസ്സിലാക്കട്ടെ. ഖൗലി, എൻ്റെ വാക്കുകൾ, ഞാൻ പറയണതൊക്കെ ഒന്ന് അവർ ഗ്രഹിച്ചു കൊള്ളാൻ വേണ്ടി എനിക്കൊന്ന് ഹൃദയവിശാലത നൽകൂ, എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എളുപ്പാക്കി തരൂ, എൻ്റെ നാവിൻ്റെ കുടുസതകളൊക്കെ ഒന്ന് മാറ്റിത്തരൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മഹത്തരമായ നന്മയിൽ വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിൽ അനുബന്ധമായ ഇതിൻ്റെ എല്ലാ നിലക്കുമുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ ആത്മാർത്ഥമായി സഹകരിക്കേണ്ടതുണ്ട്. ഈ നാട്ടിലെ എത്രയോ ചെറുപ്പക്കാർ, കച്ചവടക്കാർ, എത്രയോ നല്ല നല്ല മനുഷ്യർ കേൾക്കാൻ ആഗ്രഹിക്കുന്നു, അവരിലേക്ക് നമ്മൾ ഇറങ്ങണം. ദീന് പഠിക്കാനുള്ള നല്ല നല്ല വേദികൾ ഉണ്ടാക്കണം, കിതാബുകൾ പഠിക്കുന്ന അവസരങ്ങൾ ഉണ്ടാക്കണം, ഫിഖ്ഹിയായ മസാലകൾ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. ആളുകൾ എത്ര ആയിക്കോട്ടെ, 10 ആളായിക്കോട്ടെ, 20 ആളായിക്കോട്ടെ, കിട്ടുന്നവർക്കത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ചാൻസുകൾ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളക്കണക്കിന് അറിവുകളിലൂടെ നമുക്ക് ഏറ്റവും ഉയർന്ന ദറജകൾ അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ വളരെ പ്രസിദ്ധമായി കൊണ്ട് നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുന്ന
നേർപ്പദം വാരിക ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ നല്ല പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ പിന്നിൽ ഓരോ ആഴ്ചകളിലും അത് ഇറങ്ങുക എന്ന് പറയുമ്പോൾ എത്ര പണിയെടുക്കണം എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു 10-20 പേജ് ടൈപ്പ് ചെയ്ത് ഡിസൈൻ ചെയ്ത് ലേഔട്ട് ചെയ്ത് അത് വർക്ക് ചെയ്തൊരു വാരികയായി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതൊന്ന് തുറന്നു നോക്കാൻ അതിലെന്താ കാര്യപ്പെട്ടതുള്ളതെന്ന് എല്ലാം വായിക്കാൻ കഴിയുന്നില്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ഒന്ന് വായിച്ചു നോക്കേണ്ടതുണ്ട്. ഞാനതിൽ ഇന്നലെ വായിച്ചപ്പോൾ, ഇന്നലെയാണെന്നല്ലോ അത് ഇറങ്ങിയത്, ഇന്നലെ വായിച്ചപ്പോൾ തോന്നിയ 2-3 ചോദ്യങ്ങൾ ചോദിക്കണം. നിങ്ങൾ എത്ര പേരത് ശ്രദ്ധിക്കാറുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിൽ ഒരു ചോദ്യം ഇതാണ്. ഒരു പുസ്തകത്തിൻ്റെ പേര് ദ 100 എ റാങ്കിങ് ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ഹിസ്റ്ററി, ചരിത്രത്തെ സ്വാധീനിച്ച 100 മനുഷ്യന്മാരെ കുറിച്ച് ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിൽ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് 1-ാം സ്ഥാനത്ത് കൊടുത്തത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസ്യതയെ പറ്റി സംസാരിക്കുന്നിടത്ത് ഷാഹുൽ പാലക്കാട് എഴുതിയ ഒരു ലേഖനത്തിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ആരാണ് ആ ദ 100 എന്ന പുസ്തകം എഴുതിയത് എന്നാണ് ചോദ്യം. ആ പുസ്തകം പറയുന്നുണ്ട് ആരാണെന്ന്. ആരാണ്? മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്. അബ്ദുൽ ഖാദർക്കാണ് ഇന്ന് അതിന് 1-ാം സ്ഥാനത്ത് ഉത്തരം പറഞ്ഞത്. മൈക്കിൾ എച്ച് ഹാർട്ട്, നമ്മൾ ഹേർട്ടിന് പകരം ഹാർട്ട്, മൈക്കിൾ എച്ച് ഹാർട്ടാണ് ആ ഗ്രന്ഥം എഴുതിയത്. അത് അവിടെ പറയുന്നുണ്ട്. മറ്റൊരു സംഭവം അതേ ലേഖനത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്, അബൂ സുഫിയാൻ മുസ്ലിം അല്ലാത്തൊരു ഘട്ടത്തിൽ നേരെ അവിടുത്തെ ഒരു ബൈസന്റൈൻ രാജാവ് ഉണ്ടായിരുന്നു, ചക്രവർത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പരാതി പറയാൻ പോവാണ്. ആരെ പറ്റിയിട്ട്? ഞങ്ങളെ നാട്ടിലൊരു മുഹമ്മദ് എന്ന് പറയുന്ന ആളുണ്ട്, ആ നാട്ടിലത്തെ ജനങ്ങളൊക്കെ 2 കഷ്ണാക്കി ആകെ ഭിന്നിച്ച് അവിടെ ആകെ കൂടി അഭിപ്രായ വ്യത്യാസം എന്നൊക്കെ പറയാൻ വേണ്ടി പരാതി പറയാൻ വേണ്ടി ചൊല്ലാണ്. അപ്പോൾ ആ ബൈസന്റൈൻ ചക്രവർത്തി തിരിച്ചു ചോദിച്ചു, ആ പ്രവാചകനാകുന്നതിന് മുമ്പ് കളവ് പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അബൂ സുഫിയാൻ ഏയ് ഒരു കളവ് ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ചോദിച്ചു, അദ്ദേഹം പ്രവാചകനാകുന്നതിന്റെ മുമ്പ് എന്തെങ്കിലും വാഗ്ദാനം ചെയ്ത് അത് ലംഘിക്കാറുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ അബൂ സുഫിയാൻ പറഞ്ഞു, അതൊന്നുമില്ല. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ശത്രു ആയിരിക്കുന്ന കാലത്ത് പോലും അംഗീകരിക്കണം. അപ്പൊ അബൂ സുഫിയാൻ ഈ സംസാരിച്ച ചക്രവർത്തിയുടെ പേരെന്താണെന്നറിയോ? അതാണ് അടുത്ത ചോദ്യം. ഈ സംസാരിച്ച ചക്രവർത്തിയുടെ പേരെന്താണ്? ഏതാ? ബൈസന്റൈൻ ആ പ്രദേശത്തിന്റെ പേരാ. ബൈസന്റൈൻ എന്ന പ്രദേശത്തുള്ള ചക്രവർത്തിയോടാണ് സംസാരിക്കുന്നത്. അത് ആരാ? നജാഷി അല്ല, അത് നജാഷി എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിന്റെ ഭരണാധികാരിയാണ്. ഇത് ഹെരാക്ലിയസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഹെരാക്ലിയസ് അദ്ദേഹത്തിന്റെ രാജാവാണ്. ആ രാജാവിന്റെ പേര് ഹെരാക്ലിയസ് ആണ്. അദ്ദേഹത്തോടാണ് പറയുന്നത്. മറ്റൊന്ന്, ലേഖനത്തിൽ തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം, ശ്രദ്ധേയമായ ഒരു ലേഖനമായതുകൊണ്ട്, ചരിത്രലേഖനമായതുകൊണ്ട് വായിക്കാൻ ഇഷ്ടപ്പെട്ട പദങ്ങൾ കുറേ നേരം വായിച്ചു. അതിൽ പറഞ്ഞ ഒരു സംഭവം, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന ഘട്ടത്തിൽ ശത്രുക്കൾ പലരെയും പിടിച്ചു വെച്ചു. എന്നിട്ട് പലരെയും പലതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിച്ചു. അതിൻ്റെ പൈസ മുഴുവൻ ഇവിടെ തരണം എന്ന് പറഞ്ഞ് സുഹൈബ് റൂമിയെ പ്രശ്നമാക്കി. ഒരു വാപ്പിയും മകനും പാടെ ഹിജ്റ പോവാണ്. ഹിജ്റ പോണ സമയത്ത് ശത്രുക്കൾ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ 2 ആളും പോകാൻ പാടില്ല എന്ന്. അല്ല, ഞങ്ങൾക്ക് ഹിജ്റ പോകണം, ഇവിടെ ഞാൻ നിൽക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് ഇവിടുന്ന് പോയേ പറ്റും. അപ്പോൾ ശത്രുക്കൾ പറഞ്ഞു, എന്നാ ശരി, ഒരൊറ്റ എഗ്രിമെൻ്റാണ് നമ്മൾ തമ്മിൽ. ഇനി ഒരിക്കലും ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഘട്ടത്തിൽ നിങ്ങൾ അവിടെ കാണാൻ പാടില്ല. കരാറാണ്. ഇനി അവിടുന്ന് നിങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിന് ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നാൽ വാപ്പാനും മോനും ആ കൂട്ടത്തിൽ കാണാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ ശരി, ആയിക്കോട്ടെ, കരാറാണ്. അത് അപ്പുറത്ത് മുസ്ലിമാണോ മുശ്രിക്കാന്നൊന്നുമില്ല, കരാറായിപ്പോയി. അങ്ങനെ അവിടുന്ന് ബദർ മുഹദിൻ്റെ ഒക്കെ വിഷയം വന്നപ്പോൾ ഈ സ്വഹാബിയും വാപ്പിയും വന്നിട്ട് പറയാണ്, നബി ഞങ്ങൾ ഇങ്ങനൊരു വാക്ക് അവിടെ പറഞ്ഞു. അപ്പം നബി എന്താ പറഞ്ഞത്? അത് മുസ്ലിങ്ങളല്ലാത്തവരോടല്ലെന്നല്ല പറഞ്ഞു. എങ്കിൽ നിങ്ങൾ ആ കരാർ പാലിക്കണം. നിങ്ങളിപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ യുദ്ധത്തിന് പോരാൻ പാടില്ല. ആരാണ് ആ വാപ്പ? ആരാണ് ആ മകൻ? നിങ്ങൾ വായിച്ചിട്ടില്ലേ? തുറന്നു കിട്ടില്ല. ഞങ്ങൾ ഇന്നലെ കിട്ടിയിട്ടുള്ളൂ. ഒരാഴ്ചയോട് സമയം തരേണ്ടി വരും അല്ലേ? ഓക്കെ, അത് ഹുദൈഫ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ പിതാവുമാണ്. ഹുദൈഫ റളിയല്ലാഹുവും അദ്ദേഹത്തിൻ്റെ പിതാവുമാണ് അതിലുള്ളത്. പിന്നെ വേണമെങ്കിൽ ഒരു
ചരിത്രഗ്രന്ഥവുമായി ബന്ധപ്പെട്ട നമുക്ക് വായിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. നമ്മളൊക്കെ ഷാഫി മദ്ഹബിന്റെ ആൾക്കാരാണ്, ഷാഫി മദ്ഹബാണ് ഞങ്ങൾ എന്നൊക്കെ എല്ലാവരും പറയുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ. എല്ലാ ഷാഫി മദ്ഹബിനെതിരെ ചെയ്യുള്ളൂ എന്നാ പറയുന്നത് മുഴുവൻ ഷാഫി മദ്ഹബാണ്. ആ കിതാബില് ഷാഫി മദ്ഹബില് പ്രസിദ്ധമായ ഒരു കിതാബാണ് അസ്സവാജിർ എന്ന കിതാബ്. അതിൽ പറയുന്നുണ്ട്, ആ കിതാബിൽ തന്നെ ചില ലേഖനങ്ങളുണ്ട്. ഖബറുകൾ പള്ളികളാക്കാൻ പാടില്ല, അതിന്മേൽ വിളക്ക് കത്തിക്കാൻ പാടില്ല, അതിനെ ബിംബമാക്കാൻ പാടില്ല, അതിനെ തവാഫ് ചെയ്യാൻ പാടില്ല, അതിന്മേൽ നിസ്കരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ഹെഡിങ് കൊടുത്തിട്ട് സവാജിറിൽ 10-20 പേജ് വിശദീകരിക്കുന്ന ഷാഫി മദ്ഹബിലെ പ്രസിദ്ധമായ ഗ്രന്ഥം. അപ്പൊ ആ സവാജിർ എന്ന കിതാബ് ആര് എഴുതിയതാണെന്നറിയോ? സവാജിർ എന്ന കിതാബ് ആരെഴുതിയതാണ്? മൂസ സ്വലാഹിന്റെ ഒരു ലേഖനത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അത് ഇബ്നു ഹജറുൽ ഹൈത്തമി. എന്താണ്? ഇബ്നു ഹജറുൽ ഹൈത്തമി. അപ്പോൾ ഖുർആൻ പഠിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, ഒഴിവ്. നിങ്ങൾ ചോദിക്കുന്നുണ്ട്, അത് നമുക്ക് വേറെ പണിയൊന്നുമില്ല. വേറെ പണികളൊക്കെ ഉണ്ട്, എല്ലാവർക്കും പണികളുണ്ട്, ഉസ്താദിനും പണികളൊക്കെ ഉണ്ട്. അപ്പോൾ പണികളൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഇടയിൽ കൂടെ ഇത് നമ്മളെ തലച്ചോറിന്, നമ്മളെ ഹൃദയത്തിന്, നമ്മളെ മനസ്സിനൊരു ബൂസ്റ്റിംഗ് ആണ്. അത് ഒരു ദിവസം 2 പേജ് വായിച്ചാൽ 10 ദിവസം കൊണ്ട് 10-20 പേജ് അങ്ങനെ പോയി കിട്ടും. നമ്മൾ മറ്റുള്ളവർ, നാട്ടിലെ മറ്റു ഇതര പ്രസ്ഥാനങ്ങളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തനാക്കേണ്ടത് നമ്മുടെ ദിശാബോധമാണ്, ഉൾക്കാഴ്ചയാണ്, വ്യക്തിത്വമാണ്, നമ്മുടെ സംസാരമാണ്, നമ്മുടെ പരന്ന വായനയാണ്. ഇതൊന്നുമില്ലെങ്കിൽ നമ്മൾ ഈ നാട്ടിൽ മറ്റുള്ളവരും തമ്മിൽ എന്ത് വ്യത്യാസം പറയുള്ളൂ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും ഖൈറും ബറക്കാത്തും നൽകുമാറാകട്ടെ.